കേട്ടാൽ ഒരു പ്രണയ കുടുംബം എന്ന് നമുക്ക് തോന്നിപ്പോകും. സത്യത്തിൽ അത് തന്നെയാണ്. എല്ലാവരും പ്രണയിച്ച് കല്യാണം കഴിക്കാറുള്ളത്. അച്ഛൻ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു, അമ്മ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു, എന്തിനു പറയുന്നു, ചേട്ടൻ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു, അതുപോലെ തന്നെ ചേട്ടൻ്റെ മക്കൾ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രണയിച്ച് കല്യാണം കഴിച്ചൊരു കുടുംബം. ആ പ്രണയിച്ച് കല്യാണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ദുരന്തവും ആ കുടുംബത്തുണ്ടായിട്ടോ. ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് പോയപ്പോൾ അഭിമാനിയായിട്ടുള്ള അച്ഛൻ സൂയിസൈഡ് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. എല്ലാ മക്കളും ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ സന്തോഷത്തോടു കൂടിയിട്ട് കൈപിടിച്ച് കൊടുക്കണ്ടേ എന്ന ചിന്തയായിരിക്കും ആ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. എന്തായാലും പേരക്കുട്ടികൾ പറഞ്ഞു, ഞങ്ങളാരും പ്രണയിച്ച് കല്യാണം കഴിക്കില്ല. കാരണം ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടും കുടുംബത്തിൽ വഴക്കിനൊരു കുറവുമില്ല കേട്ടോ. കുടുംബത്തിലൊക്കെ അവർ കാണുന്ന വഴക്ക് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ട്. പിന്നെ എന്താണ് പ്രണയിച്ച് കല്യാണം കഴിച്ചുകൊണ്ടുള്ള പ്രത്യേകത എന്നാണ് പേരക്കുട്ടികൾ ചോദിക്കുന്നത്. പക്ഷേ ആ കുടുംബത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യം, നാട്ടിൽ തന്നെ അവരെ വിളിക്കുന്നത് പ്രണയ കുടുംബങ്ങൾ എന്നാണ്. എല്ലാവരും പ്രണയിച്ച് കല്യാണം കഴിക്കുന്നുള്ളത്. ആ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിൽ ആരും എതിര് നിൽക്കുന്നില്ല. പക്ഷേ പ്രണയിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണ്ടേ, അത് കുടുംബത്തിന് ചേരുന്നതാണോ? അതുകൊണ്ടാണല്ലോ അച്ഛൻ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. തന്നെയുമല്ല, പേരക്കുട്ടികളും പറയുന്നു അതത്ര സക്സസ്ഫുൾ അല്ലാന്ന്. അവർക്കും ബോധ്യമായി കാണും. ആ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇത് തങ്ങളുടെ കുടുംബത്തിന്, പാരമ്പര്യത്തിന്, സാമ്പത്തികവുമായി ഒത്തുപോകുന്നതാണോ, വിദ്യാഭ്യാസമായി ചാർച്ചയുള്ളവരാണോ, അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ എങ്ങനെ ഉണ്ട്, സാമ്പത്തികം എങ്ങനെ ഉണ്ട്, സ്വഭാവം എങ്ങനെ ഉണ്ട്, ഇങ്ങനെ കുറച്ച് ഘടകങ്ങളൊക്കെ നോക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഷെയർ ചെയ്യാനുള്ളതായിട്ടുള്ളത്.